ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു കൂൺ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എരിവിനായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം എരിവാണ് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് ഒരു കൂൺ മസാല ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഞാൻ നേരത്തെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് പിന്നീട് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് മഷ്റൂം അതായത് കൂണ് നല്ലതുപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂണ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മസാലയും ഈ ഒരു കൂണും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലൊന്ന് വന്നാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന്. ഈ ഒരു മസാലയൊക്കെ നല്ലോണം ഇതിലേക്ക് പിടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കൂണിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ഇത് വെന്ത് വരുമ്പോൾ ഈ കൂണിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു മസാല കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തോടെ അല്ലെങ്കിൽ ലൂസായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെ, ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ട എന്തിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂൺ മസാലയും കൂടിയാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം.